പ്രിയരെ, മിന്നുന്നതെല്ലാം പൊന്നല്ല. 916 ഗോൾഡ് ഉള്ളതുപോലെ തന്നെ മുക്കുമണ്ഡത്തിൽ സ്വർണം പൂശിയും ഉപയോഗിക്കുന്നവര് ഇന്ന് ധാരാളമാ. ഇന്ന് നാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായി പലതും കണ്ട് അതിന്റെ പിന്നാലെ ഓടുമ്പോൾ നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു, അത് യഥാർത്ഥമായ പരിശുദ്ധാത്മാവാണോ എന്ന്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉള്ളതുപോലെ തന്നെ ദുരാത്മാവിന്റെ പ്രവർത്തനവും ഇന്ന് ധാരാളമായി ദൈവമക്കളുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ദുരാത്മാവിന് കീഴ്പ്പെട്ട് അതിനെ അനുസരിച്ച് അതിന് ചുക്കാൻ പിടിക്കുന്ന അനേകരിന്ന് വർദ്ധിച്ചു വരുമ്പോൾ, അതേ ദുരാത്മ പ്രവർത്തനത്തിന്റെ കീഴിൽ അമ്മ വീണു പോകുമ്പോൾ, പ്രിയരെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ ഇടയിലേക്ക് വരും. ആ മറ്റൊരു കാര്യസ്ഥൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ഈ ലോകത്തിന് ബോധം വരുത്തുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, ദൈവവചനം നമ്മോട് അരുളി ചെയ്യുമ്പോൾ, പ്രിയരെ, നാം എത്രമാത്രം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും നാം തെറ്റിദ്ധരിച്ചു പോകുക. പേഴ്സ് നിറയ്ക്കുന്നതും വെള്ളത്തെ വീഞ്ഞാക്കുന്നതും അതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ പണം വരുത്തുന്നതും പലതും ഇന്ന് ഫോൺ ചാർജ് ചെയ്യുന്നത്, അതുപോലെ പലതും ഇന്ന് പരിശുദ്ധാത്മാവെന്ന് തെറ്റിദ്ധരിച്ച് അതിന് പിന്നാലെ സഞ്ചരിക്കുന്നവർ അനേകര, അതിന്റെ പിന്നാലെ ഓടുന്നവർ അനേകര, അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന ദൈവദാസന്മാർ പോലും ഉണ്ട് എന്നുള്ളത് ദുഃഖകരമായൊരു സത്യമാണ്. എന്നാൽ യഥാർത്ഥ പരിശുദ്ധാത്മാവ് ഏത് വ്യക്തിയുടെയും പാപത്തിൽ നിന്ന് ആ വ്യക്തിയെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനാക്കും. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. മകനെ, നീ പോകുന്നത് പാപമാണ്, അതിലേക്ക് പാവഴി നീ പോകരുത് എന്ന് ആ മനുഷ്യന് ബോധ്യം വരുത്തുക മാത്രമല്ല, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ആ വ്യക്തിയെ പ്രേരിപ്പിക്കുകയും നിത്യതയ്ക്കുവേലേക്ക് ആ വ്യക്തിയെ നയിക്കുകയും ചെയ്യും. പ്രിയരെ, ഇന്ന് പൽക്കാലം നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. പാപത്തെക്കുറിച്ച് ഉള്ള ബോധം നമുക്കുണ്ടോ? നാം ചെയ്യുന്ന പാപമാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ? അതോ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഓടുകയാണോ? അതെ, ആമേൻ. ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി മാത്രം ഓടുന്നുവെങ്കിൽ, ഇഹ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് മാത്രം ഓടുന്നുവെങ്കിൽ, പലതും വെട്ടിപ്പിടിക്കാൻ ഓടുന്നുവെങ്കിൽ, ഇന്ന് പൽക്കാലം ഒന്ന് വിചിന്തനം ചെയ്യണമേ എന്ന് താഴ്മയായി ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, അതേ ദർശനങ്ങളെ ദർശിക്കുമെന്ന് വചനം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പകരപ്പെട്ടവരെല്ലാവരും നിത്യമായ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി ദൈവം ആരെയും ഉപയോഗിക്കും, എന്നാൽ അവരെല്ലാവരും നിത്യതയിൽ എത്തിച്ചേരുമെന്ന് ദൈവവചനം പറയുന്നില്ല. വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ നിത്യമായ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. അതെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥ കൃത്യതയോടെ പാലിക്കുക. അതെ, ദൈവത്തെ മുറുകെ പിടിക്കുക. നിത്യതയുടെ ദർശനം ഉള്ളിൽ നിന്ന് മായാതെ പിടിക്കുന്നവർക്ക് മാത്രമേ നിത്യമായ സ്വർഗത്തിൽ എത്താൻ കഴിയത്തുള്ളൂ. അതെ, യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ എന്നോട് മത്സരിച്ചു, അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, ഞാൻ തന്നെ അവർക്കെതിരായി തീരും. അത് ഞാൻ തന്നെ അവരോട് യുദ്ധം ചെയ്യുമെന്ന ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമ ഇസ്രായേല വീണ്ടെടുത്ത ജനമാ. എന്നാൽ ദൈവത്തെ വിട്ട് അവർ ലോകത്തിലേക്ക് വഴുതിപ്പോയി, ലോകത്തെ സ്നേഹിച്ചു, ലോകത്തിന്റെ ഇമ്പങ്ങൾക്കൊത്ത് ജീവിച്ചു. അവരെ ദൈവം തള്ളിക്കളഞ്ഞു. അവർ മരുഭൂമിയിൽ പട്ടുപോയി. മടങ്ങി വരുവാൻ മനസ്സില്ലാത്തവർ മരുഭൂമിയിൽ പട്ടുപോകാൻ ഇടയായി തീർന്നു. പ്രിയരെ, അത് ദൃഷ്ടാന്തമായി ദൈവം നമുക്ക് വചനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം അത് ഏറ്റെടുക്കേണ്ടവരാ. പ്രിയരെ, നമുക്കായി ഒരു നിത്യതയുണ്ട്, നിത്യമായ സ്വർഗമുണ്ട്. ഇക ലോകത്തിന്റെ മോഹങ്ങൾ ആകൃഷ്ടരായി ഈ ലോകത്തിന്റെ ഇഷ്ടത്തിനൊത്ത് ചലിക്കുവാനല്ല, ദൈവവചനത്തിന്റെ കൃത്യത പാലിച്ചുകൊണ്ട് ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് നാം മുന്നേറേണ്ടവരാ. പാപത്തെക്കുറിച്ച് നമ്മെ പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നില്ല എങ്കിൽ, ദൈവിക നീതി, അതേ മനുഷ്യരുള്ള ദൈവിക നീതിയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നില്ല എങ്കിൽ, വരുവാനുള്ള ഭയാനകമായ നിത്യതയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ എന്ന് ഇന്നു പകൽ നാം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. പഴയ നിയമ ഇസ്രായേലിനെ പോലെ ദൈവത്തോട് മത്സരിക്കാനല്ല, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാനല്ല, ഈ മരുഭൂമിയിൽ പട്ടുപോകാനല്ല, ഈ ആത്മീയ മരുപ്രയാണ യാത്രയിൽ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിന്റെ കനൽ വഴികളിലൂടെ നാം കാൽവെച്ച് നീങ്ങുന്നത് ഈ മരുഭൂമിയിൽ പട്ടുപോകാനല്ല. ഇവിടെ പൊട്ടക്കിണർ കണ്ടേക്കാം, തേള് കണ്ടേക്കാം, അഗ്നി സർപ്പങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഈ കനൽ വഴി ചെന്നെത്തുന്നത് നിത്യമായ സ്വർഗരാജ്യത്തിലാണ്. ആ സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടിയ ദൈവം നമ്മെ ഓരോരുത്തരും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അത് നാം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. നാം തകർന്നു പോകാനല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ ആ വ്യക്തി ചാടുകയും തുള്ളുകയും പ്രവചിക്കുകയും ദർശനം കാണുകയും എല്ലാം ചെയ്യും. അതെല്ലാം വ്യവസ്ഥ പ്രകാരം, അല്ലാത്ത ചാട്ടം, അല്ലാത്ത തുള്ളലെല്ലാം
വ്യവസ്ഥയില്ലാതെ, ഓർമ്മയില്ലാതെ, വചനത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ചുള്ള ചാട്ടവും തുള്ളലുമെല്ലാം പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപം ചെയ്യാനും വ്യഭിചാരം ചെയ്യുവാനും പിടിച്ചു പറിക്കുവാനും ദ്രവ്യാഗ്രഹത്തിനുമുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേർവഴിക്ക് നടത്തുവാനുള്ളതാ, നേർവഴിയിലേക്ക് നയിക്കുവാനുള്ളതാ. ഏത് കല്ലായ ഹൃദയങ്ങളെയും മാംസള ഹൃദയമാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഏത് ഉടഞ്ഞ ജീവിതങ്ങളെയും പുതുസൃഷ്ടിയാക്കി മാറ്റുന്നത്, രൂപാന്തരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതേ, ഏത് തകർന്ന കുടുംബങ്ങളെയും പണതുറപ്പിക്കുന്നത്, നിത്യതയിലേക്ക് നയിക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ. നാം നമ്മെ പരാജയപ്പെട്ടു പോകരുത്, നാം വഞ്ചിതരായി മാറരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ടുകൊണ്ട് നാം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. കർത്താവിന്റെ വരവടുത്തു. അതെ, കർത്താവിന്റെ വരവടുത്തു. കർത്താവിന്റെ വരവടുക്കുന്തോറും അനേകരുടെ വിശ്വാസം തണുത്തു പോകുക, അനേകർ ദ്രവ്യാഗ്രഹികളായി മാറി പോവുക, വമ്പ് പറയുന്നവരായി മാറുക, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി മാറുക. അതേ, സ്വസ്നേഹികളായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ, നാം അതുപോലെയാകാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ഒരു അനുഗ്രഹപരമായ ജീവിതം നയിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അനേകരെ നിത്യതയിലേക്ക് എത്തിക്കാം. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നാം ഓരോരുത്തരും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.